ഈ CPM-ലെ ചില മുതിർന്ന നേതാക്കളെ വീണ്ടും മൂലക്കിരുത്താൻ തുടങ്ങിയിരിക്കുകയാണ്. 2021 നമ്മൾ കണ്ടു ഐസക്കിനെയും ജി സുധാകരനെയും EP ജയരാജനെയും ഒക്കെ. ഇപ്പോൾ KK ശൈലജയെയും ഒരു മൂലക്കിരുത്താനുള്ള ശ്രമമാണ്. പേരാവൂരിലേക്ക് വിട്ടത് ജയിച്ചു വരണം എന്നുള്ള ഉദ്ദേശത്തോടല്ല, മറിച്ച് ഒരു മൂലക്കിരുത്തനല്ലേ. CPM പല വിധത്തിലാണ് പല വ്യക്തികളെ കൈകാര്യം ചെയ്തത്. ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം തന്നെ പല വിധത്തിൽ അവർ ഉപയോഗിക്കും. അരിവാൾ ചിലപ്പോൾ അരിഞ്ഞൊതുക്കാൻ ചിലരുടെ കാര്യത്തിൽ 51 വെട്ട് ഒക്കെ വെട്ടി അരിഞ്ഞൊതുക്കി നിർത്തും. അത് വളരെ എസെൻഷ്യൽ ആണെങ്കിലേ ചെയ്യുള്ളൂ. വേറെ ചിലത് ചുറ്റിക ഉപയോഗിച്ച് ചതച്ച് നിർത്തും. അവരെ ഒന്ന് ചതച്ചൊതുക്കി മയമാക്കി നിർത്തും. മൂന്നാമത്തേത് നക്ഷത്രം പോലെ ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പോൾ KK ശൈലജ എന്ന ജനപ്രിയ നേതാവിനെ അങ്ങനെ ഒരു വലിയ നക്ഷത്രമാക്കി ഉയർത്തി വെച്ചിരിക്കുകയാണ്. അവരൊരു മഹതിയാണ്, വലിയ ഭൂരിപക്ഷം നേടുന്നവരാണ്, എവിടെ ചെന്നാലും വിജയിക്കുന്നവരാണ്. അവരെ പോലെ ഒരാൾ വേണം സണ്ണി ജോസഫിനെതിരെ നിൽക്കാൻ, പേരാവൂരിൽ നിൽക്കാൻ, പേരാവൂരിൽ പാർട്ടിയുടെ വേരുറപ്പിക്കാൻ ഇവർ തന്നെ വേണം എന്നിങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവർക്ക് കൊടുത്ത് വധിക്കാനുള്ള പരിപാടിയാണ്. ഇത് നമ്മൾ ഒരിക്കൽ കണ്ടതാണ് വടകരയിൽ. ഷാഫി പറമ്പലിനെതിരെ വേറെ ആര് നിന്നാലും പറ്റില്ല, നമ്മുടെ യുവരത്നങ്ങളൊന്നും പറ്റില്ല, DYFIക്കാരൊന്നും പറ്റില്ല, അതിന് ജനപ്രിയ ശൈലജ ടീച്ചർ വേണം എന്ന് പറഞ്ഞു. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ. 1,14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. ഒരുപക്ഷെ ശൈലജ ടീച്ചർ അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വീടിന് പുറത്തു പോലും ഇറങ്ങുമായിരുന്നില്ല. അത്രയ്ക്ക് വലിയ ക്ഷീണമുള്ള ഒരു പരാജയമാണ് അവർക്കുണ്ടായത്. പക്ഷേ അവരെ അറിയാവുന്നവർക്കറിയാം അവിടുത്തെ സിറ്റുവേഷനിൽ പാർട്ടി എന്തിനാ അവരെ അവിടെ കൊണ്ടിട്ടെന്നും, ഒന്നുകിൽ ജയിച്ചാൽ ഇവിടുന്ന് തൊലഞ്ഞ് പാർലമെന്റ് പോകട്ടെ എന്നും, തോറ്റാൽ പിന്നെ ഇവിടെ കിടന്ന് നാണം കെട്ടി കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇട്ടതെന്നുള്ളത് ജനത്തിന് അറിയാവുന്നതുകൊണ്ട് ആരും അതിനെ കൂടുതൽ വിമർശിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒന്നും പിന്നെ പോയില്ല. ടീച്ചർക്ക് അതൊരു വലിയ ദോഷമായും വന്നില്ല. ഇപ്പം അതുപോലെ തന്നെ അവർ തളിപ്പറമ്പിൽ നിന്ന് മട്ടന്നൂരിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം, മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം. അതാണ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ ഭൂരിപക്ഷം ഒരുപാട് കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഭൂരിപക്ഷം ഒന്ന് കുറയ്ക്കണ്ടേ. അപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞാൽ ചിലപ്പം പരാജയമായി പോവാം. അതുകൊണ്ടാണ് കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്കുള്ള ഒരാളായിട്ട് മര്യാദയ്ക്ക് വരാനായിട്ട് ഇപ്പം പേരാവൂരിലേക്ക് വിട്ടിരിക്കുന്നത്. പേരാവൂർ എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു മലയോര മേഖല, ഈ കുടിയേറ്റക്കാരുള്ളത് ക്രിസ്ത്യൻ ഏരിയയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അനുകൂലമാണ്. തീർച്ചയായിട്ടും അവരെ എല്ലാ കാലത്തും കോൺഗ്രസിന് അനുകൂലമാണ്. മണ്ഡലം രൂപീകരണവും പേരാവൂരും ഏതാണ്ട് അതുപോലത്തെ ഏതാണ്ട് ഒരേ നേച്ചറിലുള്ള സ്ഥലങ്ങളാണ്. അതിൽ പേരാവൂർ കട്ടയ്ക്ക് പലപ്പോഴും കോൺഗ്രസിനൊപ്പം നിന്നിട്ടുള്ളതാണ്. 4 പ്രാവശ്യം സണ്ണി ജോസഫ് അവിടെ നിന്ന് ജയിച്ചതാണ്. ഒരു തവണ ശൈലജ അവിടെ ജയിച്ചിട്ടുണ്ട്. അത് പണ്ട് 4 വർഷത്തിനും 4 ടൈമിനും മുമ്പ് 2006 കോൺഗ്രസിലെ മുസ്തഫയാണ്. അത് അന്ന് അതെ, അത് അന്ന് സണ്ണി ജോസഫിനെ അല്ല. സണ്ണി ജോസഫിനെ 4 പ്രാവശ്യം അവിടെ നിന്ന് നിയമസഭയിൽ വന്നിട്ടുള്ള ആളാണ്. അതിൽ 2 പ്രാവശ്യവും അദ്ദേഹം കഴിഞ്ഞ തവണയും ഏറ്റവും മോശമായ കാര്യം കോൺഗ്രസിന് ഏറ്റവും ദുർബല കാലമായിരുന്നിട്ട് പോലും അദ്ദേഹം 4,000 അടുപ്പിച്ചോട്ടെ 3,900 സംതിങ് അങ്ങനെ സണ്ണി വക്കീൽ എന്നാണ് അവരൊക്കെ അവിടെ പറയുന്നത്. വിളിക്കുകയും ജനസമ്മതനാകുകയും ഒരു കൊച്ചു ആന്റണി ആയിട്ടാണ് അവർ, കൊച്ചു ഉമ്മൻചാണ്ടി ആയിട്ടാണ് അവർ സണ്ണി ജോസഫിനെ കണ്ടിട്ടുള്ളത്. കാരണം ഇച്ചിരി സൗമ്യനാണ്, ജനങ്ങളോടൊക്കെ വളരെ ഈ മട്ടന്നൂര് കൊടുക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴാണ് KK ശൈലജയും ചോദ്യം ചെയ്തത്. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേരാവൂര് പോയി മത്സരിച്ച് വരാൻ പറഞ്ഞു. മട്ടന്നൂര് സനോജനോറ്റോ മാറ്റി വെച്ചിരിക്കുക. ഇനി ഇത് മാത്രമല്ല, കാരാരി രാജൻ വരെയുള്ള തലശ്ശേരി രംഗത്തിറങ്ങുകയാണ്. പക്ഷെ ഷംസീർ കുറച്ച് ജനപ്രിയനായി വന്ന ആളല്ല. അതും ഇതുകൊണ്ടാണ് ഒന്ന് ചതച്ച് നിർത്തുകയാണ്, വെട്ടി നിർത്താൻ ഉദ്ദേശമില്ല. ഷംസീർ ഇച്ചിരി ഈ പിന്നെ നിയമസഭയിലൊക്കെ വന്ന് ഒരു ഇച്ചിരി മാന്യൻ, പിന്നെ ഒരു നിഷ്പക്ഷനായ സ്പീക്കർ എന്നൊക്കെ ആവാൻ വേണ്ടി ചില ശ്രമങ്ങളൊക്കെ നടത്തി കുറച്ച് പ്രതിപക്ഷത്തിനെയൊക്കെ ഒന്ന് വിരട്ടിയൊക്കെ നിർത്തും. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഭരണപക്ഷത്തിനെ അവഗണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇച്ചിരി ഒരു സപ്പോർട്ട് കൊടുത്തുന്നിരിക്കും. ചില സമയങ്ങളിൽ തിരിച്ച് ഭരണപക്ഷത്തിൻ്റെ ആളാണെന്നുള്ള രീതിയിൽ അപ്പുറത്ത് നിൽക്കുന്ന സന്ദർഭങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു നിഷ്പക്ഷനാവാൻ ശ്രമിച്ച ഒരു മാന്യൻ എന്നുള്ള നിലയ്ക്കാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ചതവ് ചുറ്റിയെ വെച്ചൊരു ചതക്കൽ നടത്തിവിടാം എന്ന് വിചാരിച്ചിട്ടുള്ളത്. ഷംസീർ പിന്നെ സ്പീക്കറായത് നമുക്കറിയാം. ഈ എം വി ഗോവിന്ദന് പിന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ രാജേഷിന് മന്ത്രിസ്ഥാനത്തേക്ക് പോയില്ലേ? അതെ അതെ,
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടുത്തത്. അത് കോടിയേരിയുടെ ഒരു ആവശ്യമായിരുന്നു. കോടിയേരി അത് പ്രത്യേകിച്ച് നേരത്തെ പിണറായിയോട് പറഞ്ഞിരുന്നു, അത് സ്ഥാനം അദ്ദേഹത്തിന്. അദ്ദേഹം ഷംസീറിനെ തൻ്റെ ഒരു അടുത്ത ആളായി നെക്സ്റ്റ് ജനറേഷൻ ആക്കി വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ഷംസീറിനെ ഒരു മാന്യമായ സ്ഥാനത്ത് എത്തിക്കണമെന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും പല തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് രാജേഷും ഷംസീറുമായുള്ള ഏറ്റുമുട്ടലും ഒക്കെ വന്ന് എന്തായാലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനുയോജ്യമായ സ്ഥാനങ്ങൾ, ഒരാൾ മന്ത്രിയായി മറ്റേയാൾ സ്പീക്കറായി ഒക്കെ അങ്ങനെ അങ്ങ് മാറി പോയതാണ്. പക്ഷേ അല്പം ഒന്ന് ചതയ്ക്കേണ്ട സന്ദർഭം ഇപ്പോൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് പാർട്ടിക്ക്. അതുകൊണ്ടാണ് ഒന്ന് ചുറ്റിക വെച്ചൊരു ചതച്ച് നിർത്തുന്നത്. വെട്ടി നിർത്തൂല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ആരോഗ്യരംഗം വളരെ മോശമാക്കിയിട്ടുള്ള വീണ ജോർജിന് വീണ്ടും സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഭർത്താവ് വേണ്ടെന്നാ പറയുന്നത്. അതിലെന്തോ ഒരു നാടകം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ വിലക്കിയിട്ടും പോയി നിന്നു എന്ന് വരുന്നതിനാണോ, തോറ്റാലും അതിനൊരു ന്യായമുണ്ട് എന്ന് വരുന്നതിനാണോ എന്നും അറിയില്ല. ഈ കാര്യങ്ങൾ എളുപ്പമല്ല. ആറന്മുളയിലൊന്നും അത്ര എളുപ്പമല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ചില സംശയമുണ്ട്. പിന്നെ പൂർണ്ണമായും നിൽക്കുമെന്ന് പറയാനും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിരിക്കട്ടെ. അതിനേക്കാൾ വലുതാണ് നമ്മുടെ ജി സുധാകരൻ ജിയുടെ അവസ്ഥ. അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ ഇപ്പം വെളിപ്പെടുത്തുകയാണ്. പിന്നെ പാർട്ടി അംഗം പുതുക്കാത്ത ആളിനെ പിന്നെ എങ്ങനെയാണ് അവർ പാർട്ടിയിൽ എടുക്കുന്നതെന്ന് അവർക്ക് ചോദിക്കാം. എന്തായാലും അദ്ദേഹത്തിന് കിട്ടിയ കഴിഞ്ഞ കുറേ നാളത്തെ അവഗണനയാണ് അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്തതെന്നുള്ളതായിരിക്കും നമ്മൾ പഠിക്കേണ്ട പാഠം. അദ്ദേഹത്തിനെ ഫേസ്ബുക്കിൽ ഇട്ട് കൊന്നു. ഫേസ്ബുക്കിലെ വധം തുറന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, എന്നെ കൊച്ചു പിള്ളേർ വന്ന് മാക്രി പിള്ളേർ വന്ന് എന്നെ ഇങ്ങനെ കൊട്ടുകയാണ്. ഞാൻ പാർട്ടി പ്രവർത്തനം നടത്തിയ കാലത്തോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഉന്നത സ്ഥാനത്ത് വന്നപ്പോഴോ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത പിള്ളേരാണ് ഇപ്പോൾ എന്നെ ഇട്ട് കൊട്ടുന്നത്. അതൊന്ന് അവസാനിപ്പിച്ച് തരണം എന്ന് പറഞ്ഞിട്ടൊന്നും നടപടി ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഖിന്നനാണ്, വിഷമത്തിലാണ്. അതിനിടയ്ക്ക് ഇനിയിപ്പോൾ സ്ഥാനവും വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിനെ വാനോലം ഉയർത്താനും തീരുമാനിച്ചിട്ടില്ല, നക്ഷത്രമാക്കാനും തീരുമാനിച്ചിട്ടില്ല, ചതയ്ക്കാനും തീരുമാനിച്ചിട്ടില്ല, വെട്ടാനും തീരുമാനിച്ചിട്ടില്ല. ഒരു ചെറിയ വേലിക്ക് പുറത്തേക്ക് മാറ്റിയിരിക്കും. ഇങ്ങനെ ചില തന്ത്രങ്ങൾ പാർട്ടി എക്കാലത്തും കാണിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ മെമ്പർമാർ ഇഷ്ടം പോലെ ഉണ്ട്. 40,000-അടുപ്പിച്ച് പിന്നെ പാർട്ടി ബ്രാഞ്ചുകളുണ്ട്. ആ ബ്രാഞ്ചുകളിലൊക്കെ പാർട്ടി മെമ്പർമാരുണ്ട്. ഇതെല്ലാം സത്യമാണ്. ഇവരുടെയൊക്കെ കുറേ വോട്ടുകൾ എൻ ബ്ലോക്കാണ്. മാർക്സിസ്റ്റ് പാർട്ടി കുറ്റിച്ചൂലിനെ നിർത്തിയാലും കുപ്പത്തൊട്ടിയെ നിർത്തിയാലും ജയിക്കാനായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു ശതമാനമുണ്ട്. പക്ഷേ അത് മാത്രം പോരല്ലോ. പിന്നെ ഇതിന് ഇടത് സഹയാത്രികർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഈ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയും എന്നാൽ പൂർണ്ണമായും ഇടതുപക്ഷമല്ലാതെ ഞങ്ങൾ ഇതിൻ്റെ നല്ല വശങ്ങൾ മാത്രം നോക്കി നിൽക്കുന്നതാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരിൽ കുറേ പേര് ഇത്തരമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ മാറി നിന്നിരിക്കും, തിരിഞ്ഞ് ചിന്തിച്ചെന്നിരിക്കും, മാറി വോട്ട് ചെയ്തെന്നിരിക്കും. ഇതിന് പുറമെ പൊതുജനം എന്ന് പറയുന്ന ഒരു 10-15% അവർ നിഷ്പക്ഷരെന്ന് പറയുന്ന വിഭാഗമാണ്. അവരും പലപ്പോഴും വലതിനേക്കാൾ ഭേദം ഇടതാണ്, വർഗീയതയേക്കാൾ ഭേദം ഇവരെ എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അവരും ഒന്നുകൂടെ ആലോചിക്കും, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെ. ഇതിന് പുറമെ ഇപ്പോൾ വേറൊരു പ്രശ്നം വന്നിരിക്കുന്നത്, സാധാരണഗതിയിൽ എപ്പോഴും ഒരു പുതുമുഖങ്ങൾക്കൊരു പ്രാതിനിധ്യം കൊടുക്കുന്നതാണ് ഇടതുമുന്നണി. ഇപ്പോൾ അത് പ്രത്യേകിച്ച് സി പി എമ്മിൽ ഇപ്പം പൂർണ്ണമായിട്ടും 2 വർഷം എന്നുള്ളത് മാറ്റിയെടുത്തു അവർ. ഇപ്പോൾ 2 വർഷമായാലും 3 വർഷമായാലും ഒക്കെ നിന്നോളാൻ പറഞ്ഞിരിക്കുകയാണ്. സിറ്റിംഗ് MLA-മാർ ഏതാണ്ട് നല്ലൊരു ശതമാനം നിൽക്കുകയാണ്. അയിത്തം 1-2 പേർക്ക് മാത്രമേ 2-3 പേർക്കേ വരികയുള്ളൂ എന്നാണ്. പി ശശിയെ പോലുള്ള നമ്മുടെ ശശിയേട്ടനെ പോലെ പാലക്കാട്ടത്തെ ശശിയെ പോലുള്ളവർക്ക്, ATDC ചെയർമാനൊക്കെ ആയിരുന്നവർക്കൊക്കെയാണ് അയോഗ്യത വന്നിരിക്കുന്നത്. അല്ലാത്ത പലർക്കും പിന്നെ MLA ആയിട്ട് നിൽക്കുന്ന ആർക്കും വലിയ അയോഗ്യതകളൊന്നും വന്നിട്ടില്ല. അതിൽ ഏതാണ്ട് നല്ലൊരു ശതമാനത്തിനെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് പുതുരക്തം വരാത്ത അവസ്ഥ വരും. പിന്നെ പുതുരക്തമായിട്ട് വരുന്നത് കാരായി രാജനായിരിക്കും. അതാണ് പാർട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ. പിന്നെ ചിലപ്പോൾ വേറൊരു പുതുരക്തം വരാം, ആര്യ രാജേന്ദ്രൻ. പിന്നെ ചിന്തോജറാം വന്നേക്കാം. പിന്നെ പി കെ ശ്യാമള. അത് പിന്നെ ഭർത്താവ് മത്സരിക്കുന്നില്ല, ഭാര്യ ഇരിക്കട്ടെ എന്ന് പറഞ്ഞല്ല. ബിന്ദു ടീച്ചർ മത്സരിക്കുന്ന പോലെയാണ്. നമ്മുടെ ബിന്ദു ഉന്നത വിജയരാഘവൻ മത്സരിക്കുന്നില്ല, അതുകൊണ്ട് ഭാര്യ മത്സരിക്കട്ടെ. ഈ ഭാര്യ മത്സരിക്കുന്ന ഇത് കുടുംബവാഴ്ചയ്ക്കൊക്കെ വലിയ എതിർപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നവർ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുകയാണ്. ഇതിനൊക്കെ
ഇപ്പോൾ പി.കെ. ശ്യാമള മത്സരിക്കുന്നതിനെതിരെ ഒരുപാട് എതിർപ്പ് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ആര്യ രാജൻ രംഗത്ത് വരുന്നതിനെതിരെ ഉണ്ട്. ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്ന ചിന്താ ജെറോമിനെ എതിരെയും ഇതുപോലെയൊക്കെയുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പാർട്ടിക്ക് പ്രശ്നമല്ല. പാർട്ടി തീരുമാനിച്ച ഇരുമ്പുലക്കയാണ്, അതങ്ങനെ നടക്കും. ഇനി ജനം വോട്ട് ചെയ്യുമ്പോൾ കാണാം ഇതിൻ്റെ പൂരം എന്താണ്. വലിയ പ്രതിസന്ധിയുള്ള സമയമാണ്. ആ സമയത്ത് പാർട്ടി ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് ഭൂഷണമാണോ എന്ന് ചോദിച്ചാൽ അത് അവർക്കേ അറിയാവൂ അതിൻ്റെ കെമിസ്ട്രി എന്താണെന്ന്. ഈ കെമിസ്ട്രി ജനത്തിന് മനസ്സിലാകുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.